എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 19 മുതൽ 21 വരെ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 19 മുതൽ 21 വരെ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബ്ബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ കൗൺസിൽ നടന്നതിൻ്റെ വിവരണമാണ് നൽകുന്നത്. മറ്റ് ആളുകൾ, അതായത് യഹൂദേതരർ ക്രിസ്ത്യാനികളാകുമ്പോൾ അവരനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുമായിട്ടുള്ള സംസർഗം, ബന്ധം, ഇടപെടലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്ന തർക്കവും ചർച്ചയുമാണ് ഈ കൗൺസിലിലേക്ക് നയിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒന്ന്, വിഗ്രഹമാലിന്യങ്ങൾ ഒഴിഞ്ഞിരിക്കണം. വിജാതിയർ അവരുടെ ദേവന് യാഗം കഴിക്കുമ്പോൾ നിശ്ചിത ഭാഗം പുരോഹിതനും ജനങ്ങളും പങ്കിട്ട് അനുഭവിക്കും. അങ്ങനെ അവർ ദേവനുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്നാണ് കരുതിയിരുന്നത്. പിൽക്കാലത്ത് കൊരിന്തിലും ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഒന്ന്, പരസംഗത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ജീവിത വിശുദ്ധി അത്യന്താപേക്ഷിതമാണ്. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ വിശ്വാസികൾ വേർപെട്ട വിശുദ്ധിയുള്ള ജീവിതത്തിന് ഉടമകളാകണം. 3, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ ഒഴിഞ്ഞിരിക്കണം. ജീവികളുടെ രക്തം വാർന്നുപോയ ശേഷമേ യഹൂദൻ അതിനെ ഭക്ഷിക്കുകയുള്ളൂ. രക്തം ജീവനാണ്, ജീവൻ ദൈവത്തിൻ്റെ ദാനവുമാണ്. പൊതു അംഗീകാരമുണ്ടായിരുന്ന യൂദ, ശീലാസ് എന്നിവരുടെ പക്കൽ ഈ വ്യവസ്ഥകൾ എല്ലാവരെയും അറിയിക്കത്തക്കവണ്ണം കൊടുത്തയക്കുകയും ചെയ്തു. അപ്പോൾ സഭയുടെ പ്രഥമ കൗൺസിൽ തീരുമാനങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ നമുക്കിന്നും സംഗതമാണ്. ഒന്ന്, പ്രതിബന്ധങ്ങളെ അവസരമാക്കിയ സമ്മേളനമായിരുന്നു പ്രഥമ കൗൺസിൽ. വ്യത്യസ്ത ചിന്താഗതികൾ പൊന്തി വരുന്നത് സ്വാഭാവികം. ഓരോ കാലഘട്ടത്തിൽ സഭയിൽ അത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുത്തിയാൽ അവ സഭയെ കെട്ടുപണിക്കും വളർച്ചയ്ക്കും ഉതകും. അതായത് വളർച്ചയ്ക്കുള്ള ഉപാധികളായി ദൈവം അവയെ ഉപയോഗിക്കും. യെരുശലേം കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ തുടർന്നുള്ള സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും വിജാതിയരുടെ ഇടയിൽ സുവിശേഷത്തിന് സ്വീകരണവും സ്വാധീനവും വർത്തമാനമായി ലഭിക്കാനും ഉതകിയിട്ടുണ്ട്. ഇതാണ് ചരിത്രം. ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരു വയസ്സൻ കഴുത എങ്ങനെയോ വഴിയിറമ്പിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കാൽ വഴുതി വീണു. അതിന് കര കയറാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വഴിയേ പോയ ആരോ കുഴിയിലെ ശബ്ദവും അനക്കവും ഒക്കെ ശ്രദ്ധിച്ചു. കഴുതയെ കണ്ടു. പക്ഷേ അതിനെ രക്ഷിക്കാൻ യാതൊരു മാർഗവുമില്ല. ഒന്നാമത് വയസ്സനാണ്. കുറേ മണ്ണ് വെട്ടിയിട്ട് ആ കുഴിയിൽ അതിനെ മൂടാമെന്ന് കരുതി മണ്ണ് ഇട്ടു തുടങ്ങി. കുറെ കഴിഞ്ഞ് എവിടെ വരെയായി എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ കഴുത ഏതാണ്ട് കരയ്ക്ക് എത്താറായി നിൽക്കുന്നതാണ് കാണുന്നത്. ഓരോ കുട്ട മണ്ണ് പുറത്ത് വീഴും തോറും അത് ദേഹം കുടഞ്ഞ് ആ മണ്ണിൻ്റെ മുകളിൽ നിൽക്കും. അങ്ങനെ പടിപടിയായി ഏതാണ്ട് മുകളിലെത്തി കരയ്ക്ക് കയറുകയും ചെയ്തു. ഇതൊരു നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കഥയാണ്. പക്ഷേ ഒരു പരമാർത്ഥമുണ്ട്. മൂടാൻ ഉദ്ദേശിച്ച് ഇട്ട മണ്ണിൽ ചവിട്ടി ഉയർന്ന് രക്ഷപ്പെട്ടു. സഭയെ യഹൂദ മതത്തിൻ്റെ അവാന്തര വിഭാഗമാക്കി സഭയുടെ നാമ്പ് അടയ്ക്കാമെന്ന് കരുതി കൊണ്ടുവന്ന ചിന്ത, പരിച്ഛേദനവാദം സഭയുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായി ദൈവം ഉപയോഗിച്ചു എന്നതാണ് ഈ കൗൺസിലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കാര്യം. രണ്ടാമത്,
രക്ഷയ്ക്ക് ആധാരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ക്രൂശിൽ നിറവേറ്റിയ രക്ഷാപദ്ധതിയാണ് രക്ഷയ്ക്ക് ആധാരം. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടല്ല. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടും. രക്ഷ ദൈവത്തിൻ്റെ ദാനം, മനുഷ്യൻ്റെ നേട്ടമല്ല. ലഭിച്ചത് സ്വീകരിക്കുക മാത്രമേ വേണ്ടൂ. വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ചിന്തകൾ നമ്മയും ഭരിക്കാനിടയാകട്ടെ. മൂന്നാമത്, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും അങ്ങനെ തോന്നി എന്ന് രേഖപ്പെടുന്നുണ്ട് 28-ാമത്തെ വാക്യത്തിൽ. അതായത് പുതിയ കാര്യങ്ങൾ സഭയെ കെട്ടുപണി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾക്കും തോന്നി, പരിശുദ്ധാത്മാവിനും തോന്നി. 15-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. മനുഷ്യന്റെ മാത്രം ചിന്തയും തീരുമാനവുമല്ല അവിടെ നിറവേറ്റപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ചിന്തയും മനുഷ്യന്റെ ചിന്തയും ഒരുപോലെ ഇണങ്ങിച്ചേരുമ്പോഴാണ് പുതിയ തീരുമാനങ്ങൾ ബലമുള്ളതാകുന്നതും ആത്യന്തികമായ തീരുമാനങ്ങളായി മാറുന്നതും. അങ്ങനെയാവട്ടെ. അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ, വഴി നടത്തട്ടെ. നമുക്കൊന്നു വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ബലവും കൃപയും അതിനുള്ള ഊർജവുമൊക്കെ അടിയങ്ങൾക്ക് നൽകണമേ. ആവശ്യങ്ങളുടെ മധ്യത്തിൽ കൂടിയിരിക്കണമേ. ഞങ്ങളുടെ സാക്ഷ്യം കൊണ്ട് സഭയെ കെട്ടുപണി ചെയ്യാനും നിലനിൽപ്പാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിബന്ധങ്ങളെയൊക്കെ ചിറകുകളാക്കി മാറ്റാൻ കർത്താവെ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നതോർത്ത് സ്തോത്രം. രക്ഷയ്ക്ക് ആധാരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് വഴി നടത്തണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.